2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ നരേന്ദ്രമോദി ഇന്ന് കൊച്ചിക്ക് മാത്രമായി കൊടുക്കുന്ന സമ്മാനം കുറച്ചു വലുതാണ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന 4000 കോടി രൂപയുടെ 3 വൻകിട പദ്ധതികൾ കൊച്ചിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈഡോക്ക്, ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വൻകിട പദ്ധതികൾ. കൊച്ചി കപ്പൽശാലയുടെ ന്യൂ ഡ്രൈഡോക്ക് ISRFും ആഗോളതലത്തിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ കരുത്താകും. ഊർജ്ജ രംഗത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന IOCയുടെ LPG ഇമ്പോർട്ട് ടെർമിനൽ ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ LPG വിതരണം ഉറപ്പാക്കുന്നതിനും സഹായകമാകും. കൊച്ചി കപ്പൽശാലയിൽ 1799 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ന്യൂ ഡ്രൈഡോക്ക് മാരിടൈം രംഗത്തെ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈഭവവും പദ്ധതി നിർവഹണ വൈദഗ്ധ്യവും വിളിച്ചോതുന്നതാണ്. മേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈഡോക്കായ ഇത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. 310 മീറ്റർ നീളമുള്ള ഈ സ്റ്റെപ്ഡ് ഡ്രൈഡോക്കിന് 13 മീറ്റർ ആഴവും 75/60 മീറ്റർ വീതിയുമുണ്ട്. കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം, സുരക്ഷിതത്വം, മികച്ച പ്രവർത്തനക്ഷമത എന്നിവയാണ് സവിശേഷതകൾ. 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കേപ്സൈസ് ആൻഡ് സൂയിസ് മാർക്സ് ഉൾപ്പെടെയുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകൾ, ജാക്കപ്പ് റിഗ്സ്, LNG കപ്പലുകൾ തുടങ്ങിയ വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും ഈ ഡ്രൈഡോക്കിനുണ്ട്. ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ 2000 പേർക്ക് നേരിട്ടും ഇതിന്റെ 6 ഇരട്ടിയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. കൂടാതെ അനുബന്ധ വ്യവസായങ്ങളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും വളർച്ചയെയും ഇത് ത്വരിതപ്പെടുത്തും. വില്ലിംഗ്ടൺ ഐലാൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ 42 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് 970 കോടി രൂപ ചെലവിൽ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമായ ISRF ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 6000 ടൺ ശേഷിയുള്ള ഷിപ്പ് ലിഫ്റ്റ് സിസ്റ്റം, ട്രാൻസ്ഫർ സിസ്റ്റം, 6 വർക്ക് സ്റ്റേഷനുകൾ, 130 മീറ്റർ വരെ നീളമുള്ള 7 കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന 1400 മീറ്റർ ബർത്ത് തുടങ്ങിയവ ISRFന്റെ മാത്രം സവിശേഷതകളാണ്. കൊച്ചി കപ്പൽശാലയുടെ നിലവിലെ ഷിപ്പ് റിപ്പയർ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും കൊച്ചിയെ ഒരു ആഗോള ഷിപ്പ് റിപ്പയർ ഹബ്ബാക്കി മാറ്റുന്നതിലും ISRF നിർണായക പങ്കുവഹിക്കും. ഇന്ത്യയിൽ ഷിപ്പ് റിപ്പയർ ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമാണിത്. ISRF 2000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകും. മാരിടൈം ഇന്ത്യ വിഷൻ 2030 എന്ന കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന മാരിടൈം വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യപൂർത്തീകരണമാണ് ഈ പദ്ധതികൾ. ഈ 2 പദ്ധതികളും ഈ രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്തേകുകയും സ്വയം പര്യാപ്തമാക്കുകയും ആഗോള പ്രശസ്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. കൊച്ചിയിലെ പുതുവൈപ്പിനിലാണ് 1236 കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG ഇമ്പോർട്ട് ടെർമിനൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്.